ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മോളെ നിങ്ങൾ തല്ലാറില്ലേ? അതിനി വേണ്ട. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ തല്ലും, ചിലപ്പോ കൊല്ലും. അതെന്റെ കുടുംബത്തിനകത്തുള്ള കാര്യമാ. പക്ഷേ കുടുംബത്തിനകത്ത് എന്റെ മകളുണ്ട്. അവളെ തുടരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വിലപ്പെട്ട മുതലാണെങ്കിലേ തിരിച്ചെടുത്തോളം ഞാൻ പറഞ്ഞതാണല്ലോ. എന്റെ മോൻ ഇങ്ങനൊരാളെ വേണ്ട. ഇത് ഒരുതരം കോംപ്ലക്സ് ആണ്. അമ്മായിയമ്മയാണെങ്കിൽ മരുമക്കളെ ചീത്ത പറഞ്ഞോളണം എന്ന് തോന്നുന്ന ഒരുതരം കോംപ്ലക്സ്. എനിക്കുണ്ട് ഒരു മരുമോള്. അവളെ ഞാൻ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? അറിയോ നിങ്ങൾക്ക്? മനു പറഞ്ഞിട്ടില്ലേ? ആ, എന്തൊക്കെയാ കേട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ പേരെടുക്കാൻ ഒരു കാര്യവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ശരി, എനിക്കും പേരെടുക്കാൻ ഒരു ഉദ്ദേശമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ജ്യോതിയെ ദ്രോഹിക്കുമ്പോ അവൾ ഇനി ഇവിടെ ജീവിക്കണ്ടെന്നും പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചിറക്കിക്കൊണ്ടുപോകുന്ന ഒരമ്മയല്ല ഞാൻ. അവൾ ജീവിക്കുന്ന സ്ഥലത്ത് അവൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്ന് തീരുമാനിച്ചിറങ്ങുന്ന ഒരമ്മയാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി നിങ്ങൾ എന്റെ മോളെ തൊട്ടുപോകരുത്. തൊട്ടാ നീ എന്ത് ചെയ്യും? ഈ വഴി എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ചെയ്യണ്ടെന്ന് തീരുമാനിച്ചതാ. പക്ഷെ ഇരുന്ന് വാങ്ങിക്കുന്നവർക്ക് അത് കൊടുത്തല്ലേ പറ്റൂ. ഈ അടി ദമയന്തി ഓർക്കണം. എന്റെ മോൾക്കൊരു വേദനയുണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇനി ഇവിടെ തിരിച്ചു കയറി വന്നാൽ അവള് വേദനിച്ചതിന്റെ 1000 ഇരട്ടി വേദനിപ്പിച്ചിട്ടേ ഞാനിവിടെ നിറങ്ങും. നൊന്ത് പെറ്റിട്ടുണ്ടെങ്കിൽ അവളെ സംരക്ഷിക്കാനും എനിക്കറിയാം. എന്ന് വരട്ടെ ദമയന്തി. ഇനി നിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒന്നും വിളിച്ചു പറയണ്ട. നേരിട്ട് പറഞ്ഞോണ എന്നോട്, മനസ്സിലായോ? ഇത് നിന്റെ ഭർത്താവിന്റെ വീടാണ്. നീ എന്നെന്നും ജീവിക്കേണ്ട വീട്. കാലുറപ്പിച്ച് ചവിട്ടി നിൽക്കണം. അമ്മ ഇറങ്ങുകയാണ്.